നമസ്കാരം. 20 ഡേയ്സ് ചാലഞ്ചിൽ നമ്മൾ മാത്സിൻ്റെ ക്ലാസ്സും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ ഇടവിട്ട ദിവസങ്ങളിലൊക്കെ മാത്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 10th പ്രിലിംസിൻ്റെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ നോക്കുന്നത്. നേരെ ചോദ്യത്തിലേക്ക് പോവാം. സമചതുരാകൃതിയായ ഒരു തുണിയുടെ നീളം 1 മീറ്റർ ആണ്. ആ തുണിക്ക് 100 രൂപ വിലയുണ്ട് എങ്കിൽ ആ തുണിയുടെ പകുതി നീളവും വീതിയുമുള്ള സമചതുരാകൃതിയായ പുതിയ തുണിയുടെ വില എത്രയാകും എന്നതാണ് ചോദ്യം. അല്ലേ, ഒന്നുകൂടി ശ്രദ്ധിച്ച്, എന്താണ് സമചതുരം? അല്ലേ, സമചതുരമായ ഒരു തുണിയുടെ നീളമാണ് 1 മീറ്റർ. അതിന് 100 രൂപയാണ് വിലയുള്ളത്. ആ തുണിയുടെ പകുതി നീളവും വീതിയുമുള്ള സമചതുരമായ തന്നെ പുതിയ തുണിയുടെ വിലയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സ്ക്വയർ ആണ് നമുക്ക് ഇവിടെ നോക്കേണ്ടത്. സ്ക്വയറിൻ്റെ എന്താണ് നോക്കേണ്ടത്? ഏരിയയാണ് നോക്കേണ്ടത്. ഇവിടെ നോക്കി നമുക്ക് ആദ്യം അതിൻ്റെ ഏരിയ കാണാം. എങ്ങനെയാണ്? സൈഡ് ഇൻറ്റു സൈഡ്, അല്ലേ? ഏരിയ കാണാൻ നമുക്ക് സൈഡ് ഇൻറ്റു സൈഡ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം 1 മീറ്റർ ആയതുകൊണ്ട് നമുക്ക് 1 ചതുരശ്ര മീറ്റർ എന്ന് കിട്ടും. ഈ 1 ചതുരശ്ര മീറ്ററിന് വില എത്രയാണ്? 100 ആണ്. ഇതാണ് ശരിക്കുള്ള പഴയതിൻ്റെ അളവ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് എന്താണ്? പകുതി നീളവും വീതിയുമുള്ള സമചതുരാകൃതിയായ പുതിയ തുണിയുടെ വിലയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക. 1 മീറ്ററിൻ്റെ നേരെ പകുതി എടുക്കുക. എത്രയാണ്? 0.5. 0.5 × 0.5 ചെയ്യുമ്പോൾ നമുക്ക് 0.25 എന്നുള്ള ചതുരശ്ര മീറ്റർ കിട്ടും. അതിൻ്റെ വില കാണാൻ വേണ്ടി ×100 ചെയ്യുക. അപ്പോൾ ആൻസർ എത്ര വരും? 25 എന്ന് വരും. ആൻസർ എത്ര വരിക? 25 അല്ലേ? സിമ്പിൾ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഏത് 2 ചിഹ്നങ്ങൾ പരസ്പരം മാറ്റിയാലാണ് 5 + 3 × 8 - 12 ÷ 4 = 3 എന്ന സമവാക്യം ശരിയാവുക? ഇത് ഏത് ഓപ്ഷനാണ് നമുക്ക് വരുന്നതെന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഇതിങ്ങനെ തന്നെ ആദ്യം ഒന്ന് എടുത്ത് എഴുതാം. എങ്ങനെയാണ് വരിക? 5 + 3 × 8 - 12 ÷ 4 = 3. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഏതെങ്കിലും രണ്ട് സിമ്പിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. അപ്പോൾ നമുക്ക് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് കേട്ടോ. മൈനസും അതോടൊപ്പം തന്നെ ഡിവിഷൻ. ഇത് ഡിവിഷനാണ്. ഡിവിഷന് മാറ്റാൻ. അപ്പോൾ നോക്കി നമുക്കതൊന്ന് എഴുതി നോക്കാം. എങ്ങനെ വരും? 5 + 3 × 8 മൈനസിൻ്റെ സ്ഥാനത്ത് ഡിവിഷൻ ആക്കണം. അപ്പോൾ ÷ 12 - 4 = 3 എന്നാകും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 8 ÷ 12 പകരം 8/12 എന്ന് എഴുതാം. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 5 + 3 × 8 ÷ 12 - 4 = 3. ദെൻ 4 വെച്ച് നമുക്ക് 8ഉം 12ഉം കട്ട് ചെയ്യാമല്ലോ. അപ്പോൾ മുകളിൽ 2ഉം താഴെ 3ഉം വരും. പിന്നെ ഈ 3യും കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 5 + 2 - 4 = 3 എന്ന് കിട്ടും. നമുക്കറിയാം 5 + 2 7 ആണ്. 7ൽ നിന്ന് 4 കുറച്ചാൽ 3 = 3. ആൻസർ കറക്റ്റായി. ഓക്കെ, അടുത്ത ചോദ്യം. 2 സംഖ്യകളുടെ ലസാഗു 60ഉം ഉസാഗ 3, അതായത് LCM 60ഉം HCF 3. ഈ 2 സംഖ്യകളിൽ ഒരു സംഖ്യ 12 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏതാണ്? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇങ്ങനെയുള്ളത് നമുക്കറിയാം. ഒന്നാം സംഖ്യ ഫസ്റ്റ് നമ്പർ × സെക്കൻഡ് നമ്പർ = LCM + HCF ആണ്. അപ്പോൾ 12 × x = 60 × 3. അപ്പോൾ x കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 60 × 3 ÷ 12 ചെയ്താൽ മതി. 60 × 3 ഇത് നമുക്ക് കട്ട് ചെയ്യാമല്ലോ. 3 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 4 വരും. 4 16 കട്ട് ചെയ്യുമ്പോൾ 15 വരും. ആൻസർ വരുന്നത് 15 ആണ്. ഓക്കെ, 15 ആണ് വരുന്നത്. അടുത്ത ചോദ്യം ഏതാണ്? ഫുൾ റൂട്ടാണ് 15² + 12² - 2 × 15 × 12 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഏതിൻ്റെയാണ്? ഇത് നമുക്കറിയാം ഒരു ഇക്വേഷൻ. ഏത് ഇക്വേഷൻ ബേസ് ആണ്? a² + b² - 2ab = a - b². അതിൻ്റെ ആ ഇക്വേഷൻ ബേസിലാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, അല്ലേ? നോക്കി, അതെ. അപ്പോൾ നമ്മൾ നേരെ അത് മാത്രം ചെയ്താൽ മതി. അതിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നത്? a² + b² - 2ab = a - b² എന്നാണ്. a - b² ആണ്. അപ്പോൾ a എന്താണ്? 15 - b 12 2 √15 - 12 എത്ര വരും? 15 - 12 എന്ന് പറയുമ്പോൾ 3² റൂട്ട് കാണുമ്പോൾ ആൻസർ വരുന്നത് 3 ആണ്. ഓക്കെ, ആൻസർ വരുന്നത് 3 ആണ്. 85ാമത്തെ ചോദ്യം. ഒരു മിശ്രിതത്തിൽ 4 ഭാഗം വെള്ളവും 5 ഭാഗം പാലുമാണ്. ഇത് വെള്ളത്തിൻ്റെ അളവ് 80 ml ആയാൽ പാലിൻ്റെ അളവ് എത്രയാണ്?
അതായത് 4 ഭാഗം വെള്ളവുമാണ് 5 ഭാഗം പാലുമാണ്. അപ്പം അതിൽ വെള്ളത്തിൻ്റെ അളവ് 80 തന്നിട്ടുണ്ട്. അപ്പോൾ 4x എന്ന് പറയുന്ന 80 ഈ 5x എത്രയാണ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, എക്സ് ആദ്യം കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ 4x 80 ആണെങ്കിൽ എക്സ് എത്രയായിരിക്കും, 80 ഡിവൈഡഡ് ബൈ 4 അതായത് 20. അപ്പോൾ 5x എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി, 5 × 20 ചെയ്താൽ മതി. ആൻസർ 100 എന്ന് കിട്ടും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 32 × 10 ഡിവൈഡഡ് ബൈ 10 - 2 നിന്ന് 20 കുറച്ചാൽ എത്രയാണ് ലഭിക്കുന്നത്? ഇവിടെ ആദ്യം നമുക്ക് ബ്രാക്കറ്റിലുള്ള ബോട്ട്മാൻസ് റൂൾ പ്രകാരം ബ്രാക്കറ്റിലുള്ള നോക്കുമ്പോൾ നമുക്ക് എന്ത് വരും, 320 ഡിവൈഡഡ് ബൈ 8 എന്ന് കിട്ടും. എന്നിട്ട് ഓൾ -20 അല്ലേ. ഇപ്പോൾ 320 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുന്നത് എത്രയാണ്, 40 ആണ്. 40 - 20 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 20 എന്ന് ലഭിക്കും. ഓക്കെ, ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, 6.4² - 3.6² ഡിവൈഡഡ് ബൈ 2.8 എത്രയാണ്? ഇതും ഇക്വേഷൻ ബേസിൽ വരുന്നതാണ്. ഏത് ഇക്വേഷനാണ് ഇവിടെ ആപ്ലിക്കബിൾ ആകുന്നത്? a² - b² ഈക്വൽ a + b × a - b. അങ്ങനെ നമുക്ക് ചെയ്യാം. കാരണം ഇവിടെ നോക്കി 6.4² ഇങ്ങനെയാണ് കേട്ടോ ക്വസ്റ്റ്യൻ, -3.6² ഡിവൈഡഡ് ബൈ 2.8 ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, a² - b², അതായത് ഈ 6.4 - 3.6 എന്നുള്ളത് നമ്മൾ ഇലാബറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 6.4 + 3.6 × 6.4 - 3.6 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഈ 6.4 + 3.6 എന്ന് പറയുന്നത് 10 ആണ്. 6.4 - 3.6 എന്ന് പറയുന്നത് 2.8 ആണ്. അത്രയും കിട്ടിക്കഴിയുമ്പോൾ ഈ താഴെയുള്ള 2.8 കൂടി നമ്മൾ എഴുതും. ഇപ്പോൾ 2.8ഉം 2.8ഉം കട്ടാവും. ആൻസർ വരുന്നത് 10 ആണ്. ഓക്കെ, നിങ്ങളിത് എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു പേപ്പറും പെന്നും എടുത്ത് ചെയ്ത് നോക്കുക. അപ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും കേട്ടോ. ഓക്കെ, ഈ ക്ലാസ് ഓക്കെ ആണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. 88ാമത്തെ ചോദ്യം നോക്കി. 16.3 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണത്തിൻ്റെയും 12.1 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിൻ്റെയും ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓക്കെ, ഇക്വലാറ്ററൽ ട്രയാങ്കിളും സ്ക്വയറും തമ്മിലുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം നമുക്കിൻ്റെ പെരിമീറ്റർ കാണുമ്പോൾ ഓക്കെ, ആദ്യം ഇക്വലാറ്ററൽ ട്രയാങ്കിളുടെ പെരിമീറ്റർ എന്താണ്, 3a ആണ് അല്ലേ. 3a ഇവിടെ നമുക്ക് 16.3 ആണ്. അപ്പോൾ 16.3 × 3 ചെയ്യുക. അപ്പോൾ നമുക്ക് 48.9 എന്ന് കിട്ടും. ഇതാ ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, ഫോർമുല അറിഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഉള്ളത് സമചതുരത്തിൻ്റെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പെരിമീറ്റർ 4a ആണ്. അപ്പോൾ 4 × 12.1 എത്ര കിട്ടി, 48.4 കിട്ടി. ഇനി ഇത് ജസ്റ്റ് മൈനസ് ചെയ്താൽ മതി. 48.9 - 48.4 എത്ര കിട്ടും, 0.5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, 89ാമത്തെ ചോദ്യം. എൻ്റെ കയ്യിൽ 60 10 രൂപ നോട്ടുകളുണ്ട്. ആ നോട്ടുകളിലെ നമ്പർ ക്രമമായിട്ടാണ്. ആദ്യത്തെ നോട്ടിൻ്റെ നമ്പർ 75 ആണെങ്കിൽ അവസാനത്തെ നോട്ടിൻ്റെ നമ്പർ ഏതായിരിക്കും? ഓക്കെ, അപ്പോൾ 60 എണ്ണം 10 രൂപയുടെ നോട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ എടുക്കാം. എന്ത് ചെയ്യാൻ മതി, ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്സ് ഈക്വൽ, ഓക്കെ ടോട്ടൽ നമ്പറാണ്, ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്സ് ഈക്വൽ ലാസ്റ്റ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ പ്ലസ് 1. അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്സ് നമുക്കറിയാം എത്ര എണ്ണം വേണം, 60 എണ്ണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് നോട്ടാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അത് എക്സ് എന്ന് കൊടുക്കാം. ഫസ്റ്റ് നോട്ടിൻ്റെ നമ്പർ 75 നമുക്കറിയാം, പ്ലസ് 1 ചെയ്യുക. അപ്പോൾ ഈ പ്ലസ് 1 ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ 60 എന്നുള്ളത് എന്താവും, 59 ആവും അല്ലേ. അപ്പോൾ 59 ഈക്വൽ എക്സ് മൈനസ് 7575. ഇനി എക്സ് കിട്ടുമല്ലോ, എക്സ് ഈക്വൽ എന്ത് ചെയ്താൽ മതി, അത് രണ്ടും കൂടി ആഡ് ചെയ്യുക. 7575 പ്ലസ് 59 ആഡ് ചെയ്യുമ്പോൾ 7634 എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ. വിട്ടുപോയ പദം ഏതാണ്?
1, 5, 11, 19, 29. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഡാഷ് ഇട്ടിരിക്കുന്നു 55. നമുക്ക് സിമ്പിളായി കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ മതി അല്ലേ. 1ഉം 5ഉം എത്രയാണ് ഡിഫറൻസ് വരിക? 4. 5ഉം 11ഉം ഡിഫറൻസ് വരുന്നത് 6ആണ്. 11ഉം 19ഉം 8. 19ഉം 29ഉം 10. അടുത്തത് 2 കൂട്ടുമ്പോൾ 29ഉം എത്ര വരും? 12. 29ഉം 12ഉം എത്രയാണ്? 41. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്, 41. അപ്പോൾ 10 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടി എല്ലാവരും കമൻറ്റ് ചെയ്യാം. എല്ലാ ദിവസവും 20 ഡേയ്സ് ചലഞ്ചിൽ അപ്പോൾ നമുക്ക് ഇടവിട്ട ദിവസങ്ങളിൽ മാത്സ് ഇതുപോലെ PYQ ചെയ്യാം കേട്ടോ. 10th പ്രിലിംസായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നമുക്ക് പ്രിലിംസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, ബാക്കി ഇന്ന് നമുക്ക് നൈറ്റ് 7 മണിക്ക് അപ്ലോഡ് ചെയ്യുന്ന ജോഗ്രഫിയുടെ MCQ സെക്ഷൻ ആയിരിക്കും. എല്ലാവരും അത് കാണുക. നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ക്ലാസ്സുകൾ ചെയ്യുന്നത്. ഓക്കെ.